അത്രയൊന്നും സമയമായിട്ടൊന്നുമില്ല, 12:30 ആവുന്നത്രേ. അച്ഛൻ 1:30 ചോറ് കഴിക്കുള്ളൂ. അച്ഛാ ഓച്ചോ എന്നാ പണിയാക്കുന്ന സ്റ്റൂള് തോർത്തേനെ. സ്റ്റൂള് തോർത്തേനെ. സ്റ്റൂളെല്ലാം തോർത്ത് വെച്ചാക്കേനെ. ഇത് കറിയുടെ വെച്ചിട്ടുണ്ടേ. എന്നാ കറി മോളെ? അച്ഛൻ നത്തളാന്ന് വെച്ചാ. നത്തളാണ്, നത്തള്. ഇതൊക്കെ അമ്മയോട് വെച്ചാ. അമ്മക്ക് ആടെ ഇരിക്കുന്നുണ്ടായി. കുഴിയെല്ലാം കഴിഞ്ഞല്ലേ? കോളിഫ്ലവറാ. ഇതിനെ കൊണ്ട് ഞാൻ മസാലക്കറി വെക്കാൻ തോന്നല്ലേ? മസാലക്കറി ആക്കാം. ഞാൻ ഇങ്ങോട്ട് പോന്നേ. ഇനിയിപ്പം 1:30 ആകുമ്പോ ഇതെന്തായാലും ആവൂല. വൈകുന്നേരത്തിന് തരാം കേട്ടാ. ഞാനീ ചോറ് വയ്ക്കാനായ എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ പ്രാണിയും പുഴുവലും ഉണ്ടാവുന്നതാണ്. ഇതൊന്ന് ചൂടുവെള്ളത്തിൽ വേവിച്ചെടുക്കണം, മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് ഉപ്പ് ഇട്ടിട്ട്. ഭയങ്കര പണി തന്നെ പണി തന്നെ. അപ്പൊ കിട്ടും അച്ഛനില്ലല്ലോ. അപ്പൊ വൃത്തി കഴുകി കൊണ്ടുവച്ചിട്ടുണ്ടേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാനിതെടുത്തിട്ട് തണിയാൻ വെക്കാം. നമ്മൾ വാങ്ങി വെച്ച കോളിഫ്ലവർ തണിയുമ്പോൾ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ചെറിയുള്ളി, ഇഞ്ചി, കരിവേപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പം നമ്മൾ കോളിഫ്ലവറിൻ്റെ വെള്ളമൊന്നും ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ മസാല ഇട്ടിട്ട് അതിലൊന്ന് പെരട്ട് വെക്കണം കുറച്ച് സമയം. കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇത് കുറേശ്ശനെ ചെയ്തെടുക്കാം. ഇത് അധികം മൊരിഞ്ഞ് വരണ്ട, കുറച്ച് വേണ്ടേ. അപ്പം നമ്മളെ കോളിഫ്ലവർ ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ വറുത്ത് കോരിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള ചെറുങ്ങനെ അരിഞ്ഞത് ഒരു ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കുന്ന വിധത്തിൽ ആക്കണം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് കീറിയിട്ട് എടുക്കുക. അപ്പം നമ്മളെ സവാള ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, അപ്പം നമ്മളെ പൊടികളെല്ലാം പച്ചമണലും കുറച്ച് മാറിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം ലാസ്റ്റ്. നമ്മളെ മസാല തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിലും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങിയെടുക്കാം. ചൂണ് ഐക്കലായിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി കോളിഫ്ലവർ മസാലക്കറിയാണ്. കുറച്ചൊക്കെ അപ്പോൾ വേറെ കറി ഇതാ നത്തൽ മീൻ വറ്റിച്ചതുണ്ട്, പിന്നെ തൈരും ഉണ്ടേ. അപ്പം ഞാൻ കഴിക്കട്ടെ. ആദ്യം നമ്മുടെ സ്പെഷ്യൽ മസാലക്കറി നോക്കട്ടെ. നല്ല കളറുണ്ട്. മല്ലി കുറച്ച് കൂടിയിരുന്നു കേട്ടോ. ബാക്കി സംഭവം മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം നല്ല കറി. തൈര് തൈരും പപ്പടം വേണമായിരുന്നു അല്ലേ. നമ്മുടെ മസാലക്കറി അങ്ങനെ ചോറെല്ലാം കഴിച്ചു. അപ്പോൾ 2 മാങ്ങയുണ്ട് കേട്ടോ, കുഞ്ഞോലം മാങ്ങ. മുറിക്കട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടാ, ഈ മാങ്ങ കുഞ്ഞോങ്ങലം പേര് ഒന്നിനി ഇത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ? എന്താ നിന്റെ വീട്ടിലുണ്ടായിട്ടേ? എൻ്റെ വീട്ടിൽ ഇതല്ല, ഇതിൻ്റെ വേറെ ഇതുണ്ടായിരുന്നു. എന്താ നല്ല മാങ്ങയാണ്, പക്ഷേ ചില സമയത്ത് പുഴുണ്ടാവും അല്ലേ. നല്ല മധുര മാങ്ങയാണ്. പൂഴിപ്പാടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുമല്ലോ ഒന്നല്ലേ? പൂഴിപ്പാടിൽ നമ്മളിങ്ങോട്ടില്ല കേട്ടാ. ചെലപ്പാടിൽ ഈ മാങ്ങ കുറവാണ്. ഉണ്ട്, ആടിയുണ്ടാ? നല്ലോണം വെയിലുള്ളതാണ് അല്ലേ. അപ്പൊ അത് കുഞ്ഞമ്മൻ മാങ്ങ. പക്ഷെ മൂക്കുന്ന പിന്നെ അച്ചാറാക്കാൻ തന്നതാണ് പൂർണ്ണേച്ചി. പക്ഷെ നമ്മ എല്ലാം തറച്ച് പിടിച്ച് തിന്നി. അതുകൊണ്ടാ സൂപ്പർ മധുരമാണ് കേട്ടോ. ഒറ്റ നട്ടാലൊന്നും ജയിക്കൂല. നമുക്കൊറേ നോക്കിയല്ലേ നല്ല മധുരം കേട്ടാ. കുഞ്ഞാല മാങ്ങ കണ്ടാ വാങ്ങിക്കോട്ടാ. നമ്മുടെ നാട്ടിൻ പുറത്ത് മാങ്ങയാണ്, നല്ല മധുരമാണ്.